ആൻ്റണിയോടും പറഞ്ഞു, ചേട്ടനോടും പറഞ്ഞു. ഇവർ രണ്ടുപേരും നേരത്തെ കേട്ടിട്ട് എന്നും അട്രാക്ട് ചെയ്തിരിക്കുന്ന കഥയുണ്ട്. സമയം പോലെ എപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കേട്ടാൽ മതി. ലൊക്കേഷനിലൊന്നും വന്ന് നമ്മൾ പറയുന്നില്ല. ചേട്ടൻ എപ്പോഴെങ്കിലും 2 ദിവസം ഫ്രീ ഉള്ള ദിവസം പറയാം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ആൻ്റണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യൂ, ഇന്ന് ലാൽ സാർ ഫ്രീ ഉണ്ട്, അപ്പം ഞാനിവിടെ സ്ഥലത്തില്ല, ഒന്ന് പോയി ഒന്ന് പറഞ്ഞേക്കാം, അതിൻ്റെ ചെറിയൊരു കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ തരുൺ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഈ ലാൽ സാറിനെ കാണുമ്പം എന്നെക്കൊണ്ട് കഥ പറയാൻ പറ്റില്ല, ഞാൻ വല്ലാത്ത അവസ്ഥയിലായി പോകും, അതുകൊണ്ട് ചേട്ടൻ പറയുമോ എന്ന് ചോദിച്ചു. ചേട്ടൻ അന്ന് പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തരുൺ ഭയക്കണ്ട, അങ്ങനെ ഒരാളല്ല ലാലേട്ടൻ. ലാലേട്ടൻ ആദ്യം വരുന്ന ആളെ തന്നെ കുറച്ച് കംഫർട്ടബിളാക്കി തമാശയൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പുള്ളി ഇത് കേൾക്കുള്ളൂ, അല്ല ഒരാളെ പറയുമ്പോൾ ഇരിക്കൂ കഥ പറയൂ എന്ന് പറയുന്ന ഒരാളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ തരം പേടി വേണ്ട. എങ്ങോട്ടും എന്നെ വിളിച്ചു പറഞ്ഞു, എന്നാലും വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു വഴിയുണ്ട്, അപ്പോൾ കാണുമ്പം പേടിക്കുന്നതുകൊണ്ടല്ലേ, ഈ അല്ലാതെ പറയാൻ ഒരു ബുദ്ധിമുട്ടില്ലോ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് അതങ്ങ് റെക്കോർഡ് ചെയ്താൽ മതി. സത്യസന്ധമായിട്ട് അറിയാം, റെക്കോർഡ് ചെയ്തു. ഇത് മുഴുവൻ എല്ലാം ടോട്ടൽ വായിച്ച് റെക്കോർഡ് ചെയ്തു. ഒരു സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ചുകൂട്ട് ട്രിം ചെയ്ത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ചില സ്ഥലത്ത് മറ്റേ മ്യൂസിക്, ചില എഫക്ട്സ് ഒക്കെ ഇട്ട് ഒരു 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 ശബ്ദരേഖ കേൾക്കുന്ന മാതിരി പുള്ളി റെഡിയാക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് ആൻ്റണിയും വന്നു ഒരു ദിവസം നമ്മുടെ ഇവിടെ ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ ചേട്ടൻ ഒറ്റയ്ക്കാണ്. അപ്പം ആൻ്റണി വന്നു, എല്ലാവരും വന്നു. ഞാൻ നോക്കുമ്പോൾ തരണമെന്ന് വെച്ചാൽ ഒരു വലിയ ബാഗ് നിറച്ച് സാധനമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നറിയാമോ, ലാപ്ടോപ്പ്, മറ്റേ സ്പീക്കർ, ഇതെല്ലാം കേൾപ്പിക്കണമല്ലോ. അപ്പോൾ വന്നപ്പോൾ ചേട്ടൻ ശ്രദ്ധിക്കുന്നില്ല. ചേട്ടൻ കഥ പറയാൻ വന്ന ഒരാളെ പോലെ നമ്മളുമായിട്ടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞ് അന്ന് നമ്മൾക്ക് കഥ കേൾക്കാം എന്ന് പറയുമ്പോൾ ഉടനെ 2 സ്പീക്കർ എടുത്ത് വെച്ചു, ലാപ്ടോപ്പ് എടുത്ത് വെച്ചു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, ഇതെന്താ? ഇല്ല സാർ, എനിക്ക് സാറിൻ്റെ മുഖത്ത് നോക്കി കഥ പറയാനുള്ള ധൈര്യമില്ല, ഇന്ന് സൂപ്പർ ഹിറ്റ് ചെയ്തൊരു സംവിധാനം കുറിച്ച് പറയാം. കാരണം അയാളുടെ ഭാഗ്യമാണ്, കാരണം അയാൾ ഉള്ള കാര്യം പറയുന്ന ഒരാളാണ്. പറഞ്ഞു, എനിക്കിത് ചിലപ്പോൾ ഞാൻ പതറിപ്പോവും, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മൊത്തം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് കേൾപ്പിക്കുന്നത്. കേട്ടപ്പം ചേട്ടന് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പോകുന്നത് ഇങ്ങനെ ഒരു സിനിമ കാണുന്നവരാണ്, പോകുന്ന എങ്ങനെ പോകുമ്പോൾ അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും സംശയം വന്നാൽ പോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ഇനി പറയാൻ ധൈര്യമായോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് ധൈര്യമായി അത് പറഞ്ഞു എന്ന് പറഞ്ഞു. രണ്ടും കേട്ടു, എല്ലാം കേട്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അവിടെ നിന്ന് മാറ്റി നിർത്തി പറയാണ്, എന്നോട് പറയാണ്, ഇത് ഫുൾ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്, ഒരു കാര്യം ഇനി അത് കറക്റ്റ് ചെയ്യാനില്ലല്ലോ, ചെറിയ 1-2 മിനിറ്റ് പണികളല്ലേ ഉള്ളൂ. ഞാൻ അടുത്ത മാസം ഫ്രീ ആണ്. ഇത് മാർച്ചിലാണ് പറയുന്നത്. ഏപ്രിൽ മുതൽ ചെയ്യാൻ പറ്റുമോ എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ തരുണോടും ചോദിച്ചില്ല, ആരോടും ചോദിച്ചില്ല. ഞാൻ അപ്പം തന്നെ പിന്നെന്താന്ന് പറഞ്ഞു. കാര്യം ശരിക്കും ഒരിക്കലും അതിനകത്ത് വലിയൊരു റിസ്ക് ഉണ്ട്. ലൊക്കേഷൻ കണ്ടിട്ടില്ല, കാസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്യാതെ ഒരു മാസത്തിനകം തുടങ്ങാമെന്ന് പറയാം. പക്ഷേ എനിക്ക് ഈ 2020 പോലുള്ള സിനിമകൾ ഇതിലുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇത് നടക്കും, അല്ലെങ്കിൽ അങ്ങനെ നടത്താം എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും ഞാനത് അപ്പം തന്നെ പറഞ്ഞു. ഞാനത് അപ്പം പറഞ്ഞില്ല, തരുണെടുത്ത് കൈയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങി സന്തോഷമായിട്ട് പോകുമ്പോൾ ഞാൻ തരുണെടുത്ത് പറഞ്ഞു, അതെ ഈ ഏപ്രിൽ ഒരു പകുതിയാകുമ്പോൾ തുടങ്ങണം. എൻ്റെ ചേട്ടാ ഇതെങ്ങനെ തുടങ്ങും? ഞാൻ പറഞ്ഞു, തുടങ്ങാം, നമുക്കെല്ലാം ശരിയാക്കാം, അതൊക്കെ നമ്മൾ ശരിയാക്കാം, 4 വഴിക്ക് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഷാജി വരുന്നു, ഡിക്സൺ വരുന്നു, ഗോകുല് വരുന്നു, ഇങ്ങനെ ഒരു മിടുക്കന്മാരായ ബിനു പപ്പ പോലെ ചെറുപ്പക്കാർ തരേണ്ട അസിസ്റ്റൻസും കൂടെ 4 വഴിക്കും ഓടുകയാണ്. ലൊക്കേഷൻ നോട്ടം, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഒരേ സമയത്ത് കാസ്റ്റിംഗ്. ഈ കാസ്റ്റിങ്ങിൽ നിന്ന് ഏറ്റവും കൂടുതൽ അത്ഭുതത്തോടെ പറയുന്നതാണ് ശോഭന, പ്രകാശ് വർമ്മ എന്നൊക്കെ പറയുന്നത്. ഈ കാസ്റ്റിംഗ് എല്ലാം ഒരു മാസത്തിനാണ് ചെയ്തത്. ഇങ്ങനെ സിനിമ എന്ന് പറയുന്നത് ഇതിൽ ഒരാളെ പോലും അങ്ങനെ അല്ലായിരുന്നു വേണ്ടതെന്ന് ആരും പറയുന്നില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്.
ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.